നമുക്ക് കിരണിന്റെയും കല്യാണിയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുതേ. അങ്ങനെ നാളത്തെ കഥയില് കല്യാണമൊക്കെ കഴിഞ്ഞതിന് പിറ്റേ ദിവസം വേലു അമലുവും കൂടെ അവരുടെ ഊരിലേക്ക് പോകാനായിട്ട് ഒരുങ്ങുവാണ്. ആ സമയത്ത് കല്യാണി അങ്ങോട്ട് വന്നു. കല്യാണി വന്നിട്ട് ചോദിച്ചു, അല്ല അമലു, 2 ദിവസം അവിടെ കഴിഞ്ഞിട്ട് പോയാൽ പോരേന്ന് ചോദിച്ചു. അത് വേണ്ട കല്യാണി ചേച്ചി, പോണം. അറിയാലോ, ഇത്ര ദിവസം അമ്മ തന്നെ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അത് മാത്രല്ല, അവിടെ പോയി ഇനിയിപ്പം ഒരു മാലയുടെ ചടങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ മലദൈവങ്ങളുടെ മുന്നിൽ, അപ്പൊ അതും കൂടെ നടത്തണമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ കല്യാണി പറഞ്ഞു, എങ്കിൽ ഞാൻ നിർബന്ധിക്കുന്നില്ല എന്ന് പറയണ. അങ്ങനെ അവര് പോകാനായിട്ട് ഇറങ്ങുമ്പോഴത്തേനും കാർത്തികയും കല്യാണി കിരണും അവരെല്ലാരും കൂടെ അങ്ങോട്ട് വരുവാണ്. ആ സമയത്ത് വേലു പറഞ്ഞു, ദിവസങ്ങൾ പോയത് അറിഞ്ഞില്ല, പെട്ടെന്ന് പോയതുപോലെ തോന്നുന്നുണ്ട്. ഇവിടുന്ന് പോകുന്ന സമയത്ത് ഞങ്ങൾക്ക് വിഷമമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അമല് പറഞ്ഞു, അതെ, നല്ല സങ്കടമുണ്ട്. നിങ്ങൾ തന്ന സ്നേഹത്തിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. ഒരു പക്ഷെ ഇങ്ങോട്ടേക്ക് വരുമ്പോ ഇത്രയ്ക്കൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ സമയം കിരൺ പറഞ്ഞു, ഇനി ധൈര്യമായിട്ട് പോയിക്കോ. പിന്നെ ഒരു കാര്യമുണ്ട്, അവിടെ ചെന്നിട്ട് എന്നാണ് മലദൈവങ്ങളുടെ മുന്നിൽ വെച്ച് മാലയിടുന്നതെന്ന് അറിഞ്ഞിട്ട് അത് ഞങ്ങളെ വിളിച്ചറിയിക്കണമെന്ന് പറഞ്ഞു. അതൊക്കെ ഞങ്ങളെ അറിയിച്ചോളാന്ന് പറഞ്ഞു. പിന്നെ അറിയാലോ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണം, മറക്കരുതെന്ന് പറഞ്ഞു. അപ്പോഴേക്കും വേലു പറഞ്ഞു, കിരൺ സാറേ, ഇവിടെ എന്തേലും ആവശ്യമുണ്ടോ എന്നെ വിളിക്കാൻ മറക്കരുത്. അറിയാലോ, സാറിന് എന്തേലും ഒരു ബുദ്ധിമുട്ട് വരുവോ, എന്തേലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ മറക്കരുതെന്ന് പറഞ്ഞു. അപ്പോഴേക്കും കല്യാണി വെച്ചു, എന്ത് ബുദ്ധിമുട്ട്? അല്ല, ഞാൻ പറഞ്ഞതാ ഗംഗാപ്രസാദിനെ കുറിച്ച് എന്ന് പറഞ്ഞിട്ട് വേലു അങ്ങോട്ട് നിർത്തി. കിരൺ പറഞ്ഞു, അതൊന്നും ഓർത്തിട്ട് വേലു വിഷമിക്കൊന്നും വേണ്ട, ഇവിടെ ഒരു പ്രശ്നങ്ങളും ഉണ്ടാവാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. ആ സമയം കല്യാണി പറഞ്ഞു, ഒരു സങ്കടം മാത്രമേ ഉള്ളൂ, അവനെ തീർക്കാൻ പറ്റിയില്ലോന്ന്. സാരമില്ല, ഇനിയിപ്പൊ അധികം വൈകാതെ ആ സന്തോഷ വാർത്ത വേലുവിനും അമലുവിനും കേൾക്കാൻ പറ്റും. അധികം നാള് അവനിങ്ങനെ മറിഞ്ഞിരിക്കാനൊന്നും പറ്റില്ല, അവൻ ഞങ്ങളുടെ മുന്നിലേക്ക് തന്നെ വരും. അത് കേട്ടപ്പം അമലു പറഞ്ഞു, തീർക്കണം ചേച്ചി, അങ്ങനെ എന്തേലും വരുവാണെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, ഞാൻ വന്ന് അവനെ തീർത്തോളാം എന്നൊക്കെ പറഞ്ഞു. വേലു പറഞ്ഞു, ഇനിയിപ്പൊ അതിനെക്കുറിച്ചൊന്നും ഓർത്ത് നിങ്ങളാരും ടെൻഷൻ അടിക്കുകയൊന്നും വേണ്ട, അവനിനിയിപ്പോ വരാനൊന്നും പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അത് കേട്ടപ്പോ എല്ലാവർക്കും ഒരു സംശയങ്ങളൊക്കെ ഉണ്ടായി. പിന്നീട് കൂടുതലാരും ചോദിച്ചില്ല. അങ്ങനെ അവരെ യാത്രയാക്കുവാണ്. കുറച്ചു സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും കാർത്തിയും ദിലീപും കൂടെ കല്യാണിയുടെ കിരണിന്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, അതെ, ഞങ്ങൾക്കും പോണോന്ന് പറയണം. അപ്പോഴേക്കും കല്യാണി വെച്ചു, പോവാൻ എങ്ങോട്ട്? അല്ല, കുറച്ച് വീട്ടിലൊക്കെ വിരുന്നുണ്ടല്ലോ, വിരുന്നിന് പോണല്ലോ. അത് മാത്രല്ല, ഇന്ന് സായാഹ്നത്തില് അമ്മൂമ്മ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു വിരുന്നൊക്കെ ഒരുക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ആ, അത് കൊള്ളാലോ, അപ്പൊ വിരുന്നിന് പോവാണോന്ന് ചോദിച്ചു. അതെ, പോകുന്നതിന് മുമ്പ് അമ്മൂമ്മയുടെ അടുത്ത് എന്നിട്ട് വേണം പോവാനായിട്ട്. അമ്മൂമ്മ അവിടെ എല്ലാവരോടും പറഞ്ഞ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് സദ്യ തന്നെ ഒരുക്കി വെച്ചിരിക്കുവാന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവില് കാർത്തികൻ പോകാനായിട്ട് തുടങ്ങണം. ആ സമയം ലക്ഷ്മി അമ്മയ്ക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. ലക്ഷ്മി അമ്മ കാർത്തികയെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, മോളെ സൂക്ഷിക്കണം, അവൻ പുറത്തുണ്ടെന്നുള്ള കാര്യം ഓർമ്മ വേണം. കാരണം പോകുന്ന വഴികളിൽ അവൻ എവിടെയാ പതുങ്ങിയിരിക്കണേന്ന് അറിയത്തില്ല. കിരൺ പറഞ്ഞു, ഇനി അതൊന്നും ഓർത്ത് ലക്ഷ്മി അമ്മ വിഷമിക്കേണ്ട, അവനൊന്നും വന്ന് ചെയ്യാനൊന്നും പോകുന്നില്ല, അവൻ ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ കല്യാണി പറഞ്ഞു, അങ്ങനെ ഒരു ഉറപ്പും പറയാൻ പറ്റില്ല കിരണേട്ടാ, അവനെ കുറിച്ച് നമുക്ക് നന്നായിട്ട് അറിയാവുന്നതല്ലേ. ദിലീപ് പറഞ്ഞു, അതൊന്നും ഓർത്ത് നിങ്ങൾ ആരും വിഷമിക്കണ്ട, ഞാനുണ്ടല്ലോ കാർത്തികയുടെ കൂടെ, അതുകൊണ്ട് ഒരാപത്തും ഉണ്ടാവാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. ഇനി എന്തു വന്നാലും അവനെ നേരിടാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നേ. ഈ സമയം ലക്ഷ്മി പറഞ്ഞു, മോളെ 2 ദിവസം കഴിഞ്ഞിട്ട് പോരേന്ന് ചോദിച്ചു പോകാനായിട്ട്. നിങ്ങളൊരു കാര്യം ചെയ്ത് സദ്യ കഴിച്ചിട്ട് ഇങ്ങോട്ടേക്ക് പോരെന്ന് പറഞ്ഞു. കാർത്തിക പറഞ്ഞു, അത് പറ്റില്ലമ്മേ, അമ്മയാണെങ്കിൽ അവിടെ തനിച്ചല്ലേ ഉള്ളൂ, 2-3 വീട്ടിൽ വിരുന്നിനും കൂടെ പോണല്ലോ, അതുകൊണ്ടാ. അത് കേട്ടപ്പോ കല്യാണി പറഞ്ഞു, അത് ശരിയാ, പാവം ദിലീപേണ്ട അമ്മയും തനിച്ചല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ കൂടുതൽ എന്താണെന്ന് നിർബന്ധിക്കുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവരും കൂടെ യാത്ര പറഞ്ഞിറങ്ങുവാണ്. കാർത്തിക കൂടെ പോയി കഴിഞ്ഞപ്പോഴത്തേനും ലക്ഷ്മി അമ്മയ്ക്ക് ഭയങ്കര വിഷമായി. ലക്ഷ്മി അമ്മയെ കല്യാണിയെ ആശ്വസിപ്പിച്ചു, പേടിക്കൊന്നും വേണ്ട, ഇതുവരെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടന്നില്ലേ, ഇനി ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകും, അവൻ ഇനി ഒന്നും ചെയ്യാനൊന്നും പോകുന്നില്ല. അവനിപ്പോ ഒരു പേടി കാണുമായിരിക്കും. കാർത്തികേച്ചിയുടെ ദിലീപന്റെ കല്യാണം കഴിഞ്ഞ കാര്യങ്ങളൊക്കെ അവൻ അറിഞ്ഞു കാണും, പക്ഷെ ഇനിയിപ്പൊ അവനൊന്നും ചെയ്യാൻ പറ്റില്ല, അതോർത്തിട്ട് വിഷമിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞു. ആ സമയം സ്റ്റെഫി ഭയങ്കര സന്തോഷത്തിലാണ്. കാരണം സ്റ്റെഫിക്ക് പുറത്തിറങ്ങാനുള്ള സമയമായി, ഇനിയിപ്പോ ഇവിടെ കിടക്കേണ്ട കാര്യമൊന്നുമില്ല. സ്റ്റെഫി ഭയങ്കര സന്തോഷത്തോടെ തന്റെ സഹതടവുകാരോട് പറഞ്ഞു, എന്നെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് വാർഡൻ വരും, ഇങ്ങോട്ടേക്ക് വന്ന് എങ്ങനെയാണോ അതുപോലെ തന്നെ ഞാൻ പുറത്തേക്ക് ഇറങ്ങാൻ പോന്നെ. അത് കേട്ട് കഴിഞ്ഞപ്പോ കൂടെ ഉണ്ടായിരുന്ന അവര് ചോദിച്ചു, അല്ല, ഇനി പുറത്തിറങ്ങി കഴിയുമ്പോ നീയും ഗംഗാപ്രസാദും തമ്മിലുള്ള വിവാഹം നടക്കുവോ? എനിക്ക് വേണ്ടി അവൻ കാത്തിരിക്കുന്നുണ്ടായിരിക്കും, ഉറപ്പായിട്ടും ഞങ്ങൾ തമ്മിൽ വിവാഹം നടക്കും. ഇനിയിപ്പൊ അവന് അല്ലെങ്കിൽ എനിക്കോ എന്ത് സംഭവിച്ചാലും ശരി, അതിനൊരു മാറ്റം ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞു. അല്ല, നിനക്ക് നല്ലൊരു ജീവിതം ഉള്ളതല്ലേ സ്റ്റെഫി, നീ അത് അവനോടൊപ്പം ചേർന്ന് കളയേണ്ട കാര്യമുണ്ടോന്ന് ചോദിച്ചു. ഇതിനുള്ള ഉത്തരം ഞാൻ നിങ്ങൾക്ക് മുമ്പ് തന്നിരിക്കുന്ന. നിങ്ങൾക്ക് ആൺവർഗത്തെ മുഴുവൻ ദേഷ്യമാന്ന് തോന്നല്ലോ, അവരോട് മുഴുവൻ ദേഷ്യമാന്ന് തോന്നല്ലോ.
അതെ, എല്ലാരെയും അങ്ങനെ പുച്ഛിക്കേണ്ട കാര്യമൊന്നും ഇല്ലാന്ന് പറഞ്ഞു. അപ്പോഴേക്കും അവർ പറഞ്ഞു, ഞാൻ പറയാനുള്ളത് പറഞ്ഞു. അല്ല, അവൻ കുറച്ച് കൊള്ളരുതായ്മകളൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ, കേട്ടിടത്തോളം അത്ര നല്ലതാണെന്ന് തോന്നില്ല, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. നിന്റെ ജീവിതം നിനക്ക് എന്താ ഇഷ്ടമെന്ന് വെച്ചാൽ നീ അത് ചെയ്തോളാൻ പറഞ്ഞു. സ്റ്റെഫി പറഞ്ഞു, ഞാനിപ്പോ ഈ ജയിലിൽ കിടക്കുന്ന പോലും അവനെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടാ. അവൻ എത്ര വലിയ ക്രൂരനാണെങ്കിലും കൊലപാതകയാണെങ്കിലും എനിക്കതൊന്നും പ്രശ്നമല്ല. എനിക്ക് അവനെ സ്വന്തമാക്കിയേ മതിയാവുള്ളൂ. ഒരു ദിവസം എങ്കിൽ ഒരു ദിവസം എനിക്ക് അവനോടൊപ്പം ജീവിക്കണമെന്ന് പറഞ്ഞു. ആ സമയം സ്റ്റെഫിക്ക് അറിയത്തില്ല ഗംഗാപ്രസാദ് മരിച്ച കാര്യമൊക്കെ. ഗംഗാപ്രസാദ് പുറത്ത് ജീവനോടെ ഉണ്ട് എന്നൊരു ചിന്തയായിരുന്നു സ്റ്റെഫിയുടെ മനസ്സിൽ. അങ്ങനെ അവൾ എന്തായാലും പുറത്തിറങ്ങാനായിട്ട് തുടങ്ങുക. താൻ അധികം വൈകാതെ പുറത്തേക്ക് പോവും. ഇനിയിപ്പൊ പുറത്തു പോയി ഗംഗാപ്രസാദിനോടൊപ്പം സുഖമായിട്ട് ജീവിക്കാം, ഇവിടുന്ന് എങ്ങോട്ടേലും അവനെയും കൂട്ടിക്കൊണ്ടു പോവാം എന്നൊരു ചിന്തയൊക്കെയായിരുന്നു സ്റ്റെഫിയുടെ മനസ്സിൽ. പക്ഷെ ഇതൊന്നും കിരണും കല്യാണിയോട്ട് അറിയുന്നുണ്ടായിരുന്നില്ല, സ്റ്റെഫി പുറത്തിറങ്ങുക എന്നുള്ള കാര്യങ്ങളൊന്നും. അതേസമയം സരിയു രാഹുലിനെ കാണാനായിട്ട് ജയിലിലേക്ക് ചെല്ലുന്നുണ്ട്. അങ്ങനെ രാഹുലിനോട് സംസാരിക്കുന്ന സമയത്ത് സരിയു പറഞ്ഞു, അച്ഛനെതിരായിട്ട് അവനെ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ലല്ലേ എന്ന് ചോദിച്ചു. എന്റെ മോളെ, ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷെ എന്ത് ചെയ്യാനാ, പഴയതുപോലെയൊന്നും അല്ല. അവനിപ്പം എന്നെ കടിച്ചു കീറാനാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തേക്കാണ് അവനൊരു പേടിയുണ്ടായിരുന്നു, ഇപ്പൊ അവനൊരു പേടിയില്ലാന്ന് പറഞ്ഞു. മോള് വിഷമിക്കേണ്ട, ഗംഗാപ്രസാദ് ഇങ്ങോട്ടേക്ക് വരുമല്ലോ, വരട്ടെ. അവൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കാര്യത്തിനൊക്കെ ഒരു തീരുമാനമാവെന്ന് പറഞ്ഞു. അധികം വൈകാതെ തന്നെ അവനെ ഇല്ലാതാക്കും, ആ മനോഹരനെ എന്ന് പറഞ്ഞു. അച്ഛാ, എങ്ങനെയെങ്കിലും തീർക്കണം. പുറത്തു വെച്ച് അവനെ ഞാൻ തീർക്കാൻ നോക്കിയതാ, പക്ഷെ അതൊന്നും നടന്നില്ല. അതെനിക്ക് തോന്നേ ആ കിരണിന്റെയും കല്യാണിന്റെയും ഒക്കെ സപ്പോർട്ട് ഉണ്ടായിരുന്നു തോന്നുന്നു അവന്. അത് കേട്ടപ്പോ രാഹുൽ പറഞ്ഞു, എന്റെ മോളെ, ആ കല്യാണി എങ്ങനെയാലും ഇല്ലാതാക്കുവാണെങ്കിൽ നിനക്കും കിരണും നല്ല സന്തോഷത്തോടെ ജീവിക്കാം. കിരണിന്റെ ജീവിതത്തിലേക്ക് നീ വരണം. ഒരു പക്ഷേങ്കില് കല്യാണി അവന്റെ ജീവിതത്തിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ നിങ്ങളുടെ രണ്ടുപേരുടെയും വിവാഹം അതിഗംഭീരമായിട്ട് നടന്നേനെ. അങ്ങനെയായിരുന്നെങ്കിൽ ഇപ്പൊ നിനക്ക് വേദനിക്കേണ്ടി വരില്ലായിരുന്നു. സരയു പറഞ്ഞു, ഇനിയിപ്പൊ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അച്ഛാ. എത്രയും പെട്ടെന്ന് മനോഹരനെ തീർക്കണം. ഒരു കാരണവശാലും എന്റെ കുഞ്ഞിന് ഒരവകാശം പറഞ്ഞുകൊണ്ട് അവൻ വരാൻ പാടില്ലെന്ന് പറഞ്ഞു. മോളെ, അതൊക്കെ എനിക്ക് വിട്ടേക്ക്. പക്ഷെ അവന്റെ കഥ കഴിച്ചാലും കുഞ്ഞിന് ഒരച്ഛൻ വേണ്ടേന്ന് ചോദിക്കുകയാണ്. അച്ഛനില്ലാതെ എത്ര കാലം അവൾക്ക് വളരാണ്ട് പറ്റും. എപ്പോഴാണെങ്കിലും ഒരു അച്ഛൻ വേണ്ടേന്ന് ചോദിച്ചു. നിനക്കൊരു ജീവിതം വേണ്ടേന്നൊക്കെ ചോദിക്കുകയാണ്. അച്ഛാ, ഞാൻ ചില കാര്യങ്ങളൊക്കെ മനസ്സിൽ തീരുമാനിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. മോളെ, ഞാൻ ഒരു കാര്യം പറയാം. ആ കല്യാണിന്റെ കാര്യത്തിലും കൂടി ഒരു തീരുമാനം ഉണ്ടാക്കണം. ആ ഗംഗാപ്രസാദ് അവളെ ഇങ്ങ് തീർക്കുവാണെങ്കിൽ എന്റെ മോള് പിന്നെ ഒന്നുകൊണ്ടും പേടിക്കണ്ട. അത് കേട്ടപ്പം സരിയുവിന്റെ മനസ്സിലൊരു സന്തോഷമൊക്കെ ഉണ്ടായി. സരിയു ഇപ്പൊ ആഗ്രഹിക്കുന്ന അങ്ങനെയാണ്, കിരണിനെ സ്വന്തമാക്കണം എന്നൊരു ചിന്തയൊക്കെയാണ് സരിയുവിന്റെ മനസ്സിലുള്ളത്. പിന്നീട് സരിയു പറഞ്ഞു, അതൊക്കെ നമുക്ക് തീരുമാനിക്കാച്ചാ. ആദ്യം ഇവന്റെ കഥയൊന്ന് കഴിക്കാൻ പറഞ്ഞു. മോള് ധൈര്യമായിട്ട് പോയിക്കോ, എന്ത് വേണമെന്ന് എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ സരിയു അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും രാഹുൽ അകത്തേക്ക് കയറി വരുവാണ്. അപ്പോഴേക്കും വിക്രം ചോദിച്ചു, ആരാ മോളായിരുന്നു എന്ന് ചോദിച്ചു. അതെ, സരിയോ വന്നത്. അവൾക്ക് നല്ല വിഷമമുണ്ട്. അവന്റെ കാര്യത്തിൽ ഇതിലായിട്ടൊരു തീരുമാനമായിട്ടില്ലോ, ആ മനോഹരന്റെ കാര്യത്തില്. അങ്കിള് വിഷമിക്കേണ്ട അങ്കിളെ. എന്തേ, ഗംഗേടൻ അധികം വൈകാതെ ഇങ്ങോട്ടേക്ക് വരും. വന്നിട്ടുണ്ടെങ്കിൽ അവനെ നമുക്ക് എല്ലാവർക്കും കൂടി തീർക്കാന്ന് പറയണം. എടാ, അത് മാത്രല്ല, ആ കല്യാണി ഉണ്ടല്ലോ, അവളെയും കൂടെ തീർക്കണമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ വിക്രം പറഞ്ഞു, അതെ, അതെന്റെയും കൂടെ ആവശ്യമാണ്. അല്ല, എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യമുണ്ട്. കാർത്തികയുടെ കല്യാണം കഴിഞ്ഞ കാര്യം ഗംഗാപ്രസാദ് അറിഞ്ഞിട്ടില്ലായിരിക്കുവോ? അങ്ങനെ വരാൻ വഴിയില്ല അങ്കിളെ, അറിഞ്ഞു കാണുമായിരിക്കും. പക്ഷെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ വെറുതെ ഇരിക്കത്തില്ലോ, എന്തേലും ചെയ്യണ്ടല്ലേന്ന് ചോദിച്ചു. അതെ, ചെയ്യേണ്ടതാണ്. പക്ഷെ അതെന്താന്ന് മാത്രം എനിക്ക് അറിയില്ലാത്തെന്ന് പറഞ്ഞു. സാരമില്ല, അധികം വൈകാതെ നമുക്ക് ആ സന്തോഷ വാർത്ത കേൾക്കാൻ പറ്റും. അവൻ എന്താണെങ്കിലും ഒന്ന് രണ്ടെണ്ണത്തിനെ തീർക്കാതെ ഇങ്ങോട്ടേക്ക് തിരിച്ചു കയറില്ല. ആ ഒരു കാര്യത്തില് എനിക്കൊരു സമാധാനം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് രാഹുൽ ആശ്വസിക്കുകയാണ്. ഈ സമയം സ്റ്റെഫി പുറത്തിറങ്ങി. സ്റ്റെഫിയെ കൂട്ടിക്കൊണ്ടുപോകാനായിട്ട് ഗംഗാപ്രസാദിന് ചിങ്കിടികൾ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ സ്റ്റെഫി ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ടാണ് അമ്മയുടെ കൂടെ കാറിലേക്ക് കയറുന്ന സമയത്ത് സ്റ്റെഫി ചോദിച്ചു, അല്ല ഗംഗയെ എന്തിയെ? ഗംഗയെ കണ്ടില്ലോ എന്ന് പറഞ്ഞു. അത് കേട്ടിനിപ്പോ അമ്മമാര് പരസ്പരം നോക്കുവാണ്. അല്ല, എന്താ നിങ്ങളൊന്നും പറയാത്തേന്ന് ചോദിച്ചു. അപ്പോഴേക്കും അതിലൊരുത്തൻ പറഞ്ഞു, അത് പിന്നെ ഗംഗയെ കുറച്ച് ദിവസങ്ങളായിട്ട് കാണുന്നില്ല എന്ന് പറഞ്ഞു. കാണുന്നില്ലെന്നോ? നിങ്ങൾ എന്തൊക്കെയായി പറയണെന്ന് ചോദിച്ചു. അതെ, ആ കാർത്തികയുടെയും ദിലീപിന്റെയും കല്യാണം കഴിയുന്നതിന്റെ അന്ന് അവരെ ഇല്ലാതാക്കാനായിട്ട് അങ്ങോട്ടേക്ക് പോയതാ ഗംഗ. പിന്നെ അവനെ ഞങ്ങളാരും കണ്ടിട്ടില്ലെന്ന് പറയണം. ഇത് കേട്ടപ്പോ സ്റ്റെഫി ചോദിച്ചു, സത്യം പറ, അവൻ എന്തേലും അപകടം പറ്റുമെന്ന് ചോദിച്ചു. അപകടം പറ്റിയിട്ടുണ്ടെന്ന് നമ്മൾ അറിയണ്ടല്ലേ, ഇനി വല്ല പോലീസ് കസ്റ്റഡിയിലായിട്ടുണ്ടോ സംശയമുണ്ട്. അത് കേട്ടപ്പോ സ്റ്റെഫി പറഞ്ഞു, അങ്ങനെ എന്തേലും ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയേണ്ടതല്ലേ. അവനെ പോലീസ് പിടികൂടി എന്നുള്ള വാർത്ത പുറത്തു വരുമല്ലോ. ചിലപ്പോ ഇനി അവനെ പിടികൂടിയ കാര്യം പോലീസ് പുറത്തു വിടാത്താണോന്ന് അറിയത്തില്ലോ. അങ്ങനെ എന്തേലും ആണെ അറിയത്തില്ലോ സ്റ്റെഫി എന്ന് പറഞ്ഞു. പക്ഷെ എനിക്കെന്തോ അങ്ങനെ തോന്നില്ല. അവൻ എന്തേലും അപകടം പറ്റിയെന്ന് എന്റെ മനസ്സ് പറയുന്നേ. ഒരു കാര്യം ഞാൻ പറയാം, അവൻ എന്തേലും പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ സഹിക്കില്ല. അല്ല, നിങ്ങൾ പിന്നെ അവിടെ പോയി നോക്കിയില്ലേന്ന് ചോദിച്ചു. ഞങ്ങൾ അവിടെയൊക്കെ പോയി നോക്കി, പക്ഷെ അവനെ കുറിച്ച് ഒരു വിവരവും കിട്ടിയിട്ടില്ല.
ഇനിയിപ്പോ ആ കിരണിന്റെ കയ്യിൽ എങ്ങനെ അവൻ പോയി പെട്ടിട്ടുണ്ടോന്ന് അറിയത്തില്ല. അങ്ങനെ എങ്ങാനും പെട്ടിട്ടുണ്ടെങ്കിൽ അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ആകുമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ സ്റ്റെഫി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാൻ ഒന്നിനെയും വെറുതെ വിടത്തില്ല. എനിക്ക് ഗംഗയെ കണ്ടേ മതിയാവുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ ഇത്രയും ദിവസം ജയിലിൽ കിടന്നു പോലും അവനെ കുറിച്ച് ഓർത്തിട്ട് മാത്ര. അങ്ങനെയാണെങ്കിലും എനിക്ക് അവനെ കണ്ടെത്തിയാൽ മതിയാവുള്ളൂ എന്നൊക്കെ സ്റ്റെഫി പറയണം. അപ്പോഴത്തേക്കും കൂട്ടുകാരന്മാര് പറഞ്ഞു, പേടിക്കണ്ട, നമുക്ക് കണ്ടെത്താം, നമുക്ക് ഒന്നുകൂടെ അന്വേഷിക്കാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ സ്റ്റെഫിയും കൊണ്ട് അവന്മാരും കൊണ്ട് പോവാണ്. ഇനിയിപ്പോ എന്താളും നമ്മൾ കാണാൻ പോകുന്നത്, ഗംഗാപ്രസാദിനെ കാണാതെ വന്നു കഴിയുമ്പത്തേനും സ്റ്റെഫി കംപ്ലൈന്റ് കൊടുക്കും, ഗംഗയെ കാണുന്നില്ലെന്ന് പറഞ്ഞിട്ട്. അപ്പോഴാണ് പോലീസ് അന്വേഷണവും കാര്യങ്ങളൊക്കെ വരുന്നത്. കിരണിന്റെ നേരെ അന്വേഷണം വരും. കാരണം അവസാനം കാർത്തിയുടെ കല്യാണം നടക്കുന്നിടത്തേക്കാ ഗംഗാപ്രസാദ് വന്നേന്നുള്ള വിവരങ്ങളൊക്കെ പോലീസിന് കിട്ടും. അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ടും കിരണാണല്ലോ ശത്രു. കിരണിനെ അന്വേഷിച്ച് പോലീസൊക്കെ വരുന്നുണ്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കാണാട്ടോ. പക്ഷെ എന്നാലും ഒരു കാര്യമുണ്ട്, കിരൺ അല്ല കൊലപാതകം ചെയ്തിരിക്കുന്നേ. കൊലപാതക ആരാന്ന് ഇതുവരെയായിട്ടും പുറത്തു വന്നിട്ടുമില്ല. കിരണ് ഇടിച്ചൊതുക്കിന്നുള്ള കാര്യം ശരി തന്നെയാ. പക്ഷെ അവന്റെ തലക്കിട്ട് ആരോ ഒരാള് വലിയൊരു കമ്പി വെച്ച് അടിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അവൻ മരണപ്പെട്ടിരിക്കുന്നത്. പക്ഷെ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ വരുന്ന ദിവസങ്ങളിൽ കാണാൻ പോകുന്നുള്ളൂ. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.